പാലക്കാട്ടെ വീരേന്ദ്രകുമാറിന്റെ പരാജയത്തിന്റെ ഉത്തരവാദി കോൺഗ്രസ് എന്ന UDF ഉപസമിതി. കോൺഗ്രസ് ഗൗരവത്തോടെ പ്രവർത്തിച്ചില്ലെന്നും പണം താഴെത്തട്ടിൽ എത്തിയില്ലെന്നും ഉപസമിതിയുടെ കണ്ടെത്തൽ. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ ജനതാദൾ നേതാവ് ചാരുപ്പാർ രവി, രാഷ്ട്രീയ നിരീക്ഷകൻ ബാസുരേന്ദ്ര ബാബു എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം ചാരുപ്പാറ രവിയിലേക്ക്. ശ്രീ ചാരുപ്പാർ രവി, പല സീറ്റുകൾ ഇത് സംബന്ധിച്ച് വിജയസാധ്യതയുള്ള സീറ്റുകൾ വടകരയടക്കം കോഴിക്കോടടക്കം വയനാടടക്കം ചോദിച്ചിട്ടും കോൺഗ്രസ് വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ നൽകി പാലക്കാട്ടേക്ക് തള്ളിവിട്ടു വീരനെ. അവിടെ ഇങ്ങനെ ഒരു ചതി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ട് കൂടി അത് അടിവരയിടുന്നെങ്കിൽ SJDക്ക് ഇക്കാര്യത്തിൽ പുതിയ നിലപാട്, പുതിയ സാഹചര്യങ്ങൾ കൂടി വെളിപ്പെടുമ്പോൾ ചാരുപ്പാർ രവി കേൾക്കാമെങ്കിൽ? പുതിയ റിപ്പോർട്ട് വരുന്നു. വീരേന്ദ്രകുമാറിനെ പാലക്കാട്ട് കൊണ്ടുപോയി ചതിച്ചതാണ്, കോൺഗ്രസ് വിശ്വാസവഞ്ചന കാട്ടിയതെന്നാണ് സാധാരണ SJD പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. പുതിയ ഉപസമിതി റിപ്പോർട്ട് വരുമ്പോൾ അതൊക്കെ തന്നെ ശരിവയ്ക്കുന്നു. പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ ആ പഴയ ആരോപണങ്ങളിൽ തന്നെ അടിവരയിടുകയാണോ ചെയ്യുന്നത്? ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിലുണ്ടായ അഭിപ്രായം എന്താണ് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ച് UDFൽ പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കമ്മീഷനെ ഒരു ഉപസമിതിയെ UDF നിശ്ചയിക്കുകയും ചെയ്തു. ആ ഉപസമിതിയുടെ മുമ്പിൽ ഞങ്ങളെല്ലാം തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ചൊരു കരട് റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉപസമിതി കൂടി ഇതിൻ്റെ ഫൈൻഡിങ് അവസാനത്തെ എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കിട്ടാതെ, മനസ്സിലാക്കാതെ ഒരു തുറന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ അവിടെ ശ്രീ ചാരുപ്പാർ രവി, എന്തായാലും കരട് റിപ്പോർട്ട് വരുന്നത്, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശ്വാസവഞ്ചന അവിടെ നടന്നിട്ടുണ്ട്. 1,00,000 വോട്ടിന് അല്ലെങ്കിൽ അപ്പുറത്തേക്കൊക്കെ തന്നെ ഭൂരിപക്ഷം പോകണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ പല നേതാക്കന്മാരും അവിടെ മൗനം പാലിച്ചു, അവിടേക്ക് നിങ്ങളെ തള്ളിവിട്ടതായിരുന്നു എന്ന തോന്നൽ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായ അഭിപ്രായം UDFൻ്റെ ഉപസമിതി എന്ന് പറയുന്ന കമ്മീഷന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം ഉപസമിതി നടത്തും. ആ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ കോപ്പി ഞങ്ങൾക്കും കിട്ടും. ആ അവസരത്തിൽ മാത്രമേ ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക്, പഴയ SJD ആണ്, ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയും. താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. രാഷ്ട്രീയ നിരീക്ഷകൻ ബാസുരേന്ദ്ര ബാബു നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബാസുരേന്ദ്ര ബാബു, എന്തായാലും 1,00,000 അവിടെ പാലക്കാട്ട് ആ മണ്ഡലത്തിൽ അവിടെ രാജേഷിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തിപ്രഭാവം നിലനിൽക്കുന്നുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വീരേന്ദ്രകുമാർ കേരളത്തിലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പുതിയ ഉള്ളടക്കത്തിൻ്റെ ഒരു ആവശ്യമില്ല. SJD എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും യാതൊരു കൂടുതൽ ഉള്ളടക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ 1,00,000 അപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോവുകയും വീരേന്ദ്രകുമാർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ, നേരത്തെ അവരുടെ പ്രവർത്തകർ SJD നേതാക്കളടക്കം പറഞ്ഞതുപോലെ കോൺഗ്രസ് അവിടെ ഒരു വിശ്വാസവഞ്ചന കാട്ടി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന് ആധാരമായി ഇന്നത്തെ ഉപസമിതിയുടെ കരട് റിപ്പോർട്ടും വരുന്നതെങ്കിൽ കാര്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കണം? വീരേന്ദ്രകുമാറിൻ്റെ പരാജയം കോൺഗ്രസ് നിരീക്ഷിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല എന്ന് മാത്രമല്ല, പരാജയം ഇത്ര ശക്തമാകുമെന്നും ആരും കരുതിയിരിക്കാൻ ഇടയില്ല. കാര്യം, സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാൾ, മുൻ കേന്ദ്ര മന്ത്രി, ഹെവി വെയ്റ്റ് എന്നൊക്കെ പറയാവുന്നയാൾ, അതുമാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഏകശാസനാരൂപത്തിൽ എന്ന് അദ്ദേഹം പറയപ്പെടുന്ന പ്രവർത്തന രീതിയിൽ മടുത്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാനാണ് അദ്ദേഹം UDFിലേക്ക് പോയത്. UDF കൈകളും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ സുരക്ഷിതമായൊരു മണ്ഡലം നൽകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തമാശ മനസ്സിലാക്കുമ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ രാജേഷിനെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് പാർട്ടിയുടെ കണക്കുകൂട്ടൽ 50,000 താഴെ ഭൂരിപക്ഷത്തിൽ രാജേഷ് ജയിക്കും എന്നാണ്. ആദ്യഘട്ടത്തിലെ ഭൂരിപക്ഷം അദ്ദേഹം എൻഹാൻസ് ചെയ്യും.
പക്ഷെ അപ്പോൾ പോലും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നത് തന്നെ 42,000 സംതിങ് 442 എങ്ങനെ എങ്ങാണ്ടാണ് ആ വോട്ടിൻ്റെ കണക്ക് അന്ന് രാജേഷ് തന്നെ പറഞ്ഞത്. രാജേഷിൻ്റെ കണക്കല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾ നേരത്തെ കൂട്ടിക്കൊടുത്ത കണക്കാണ് തെരഞ്ഞെടുപ്പിന് ശേഷം. അത് വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം, കാരണം നമ്മൾ കൊല്ലം അടക്കം എടുത്തു നോക്കിയാൽ കൊല്ലത്ത് പുതിയൊരു സ്ഥാനാർത്ഥി, ഒരു ഘടകകക്ഷി പുതുതായി രൂപം കൊള്ളുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. വിഭാഗീയതയെല്ലാം മറന്നുകൊണ്ട് അവിടെ ഒരുമിക്കുന്ന ഒരു സാഹചര്യം. പാലക്കാട്ട് സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു വിഭാഗീയത, കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് നിലനിൽക്കുന്ന ഒരു ജില്ല. അവിടെ പുതുതായി വീരൻ വരുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാവരും എല്ലാം മറന്ന് അവിടെ പ്രവർത്തിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വീരൻ അവിടെ ഒരു ബാധ്യത എന്നൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ശരിക്കും ഉപസമിതി റിപ്പോർട്ടൊക്കെ വിലയിരുത്തിയാൽ കഴിഞ്ഞാൽ അവിടെ ശരിക്കും സംഭവിച്ചതിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. അല്ല, വീരേന്ദ്രകുമാറിനെ സംബന്ധിച്ച് എന്താ പറയുക, അൺവെൽക്കംഡ് കാൻഡിഡേറ്റ് ആയിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചോളം വീരനെ പോലെ വലിയൊരാളെ കെട്ടിയേൽപ്പിച്ചതിൽ കോൺഗ്രസ്സുകാർക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, വീരേന്ദ്രകുമാറിനെ പോലെ ഒരു നേതാവിന് കേരളത്തിലെ യുവാക്കളെ സ്വാധീനിക്കാനോ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാനോ കഴിയുന്ന ഘടകങ്ങളൊന്നും ഇല്ലായിരുന്നു താനും. MP രാജേഷിനെ സംബന്ധിച്ച് അദ്ദേഹം യുവാക്കളുടെ പ്രതിനിധിയുമാണ്. എങ്കിൽ പോലും കോൺഗ്രസ്സുകാർ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അവരുടെ സ്ഥാനാർത്ഥിയായി വീരേന്ദ്രകുമാറിനെ പരിഗണിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് രാജേഷിന് ലഭിക്കാവുന്ന ഭൂരിപക്ഷം CPM വിലയിരുത്തിയ ഭൂരിപക്ഷമായിരിക്കും. 45,000 ശിഷ്ടം ഭൂരിപക്ഷമായിരിക്കും. അതുപോലും ഇല്ലാത്ത വിധത്തിൽ ഏകദേശം പൂർണ്ണമായും തന്നെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയെ പരിത്യജിക്കുന്ന നിർവികാരതയോടെ, നിർമമത്വത്തോടെയാണ് കോൺഗ്രസ് അവിടെ വീരേന്ദ്രകുമാറിനോട് പെരുമാറിയത്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആക്ഷേപത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ അന്വേഷണ സമിതി വന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ പാലക്കാട്ടേക്ക് ഇത്രത്തോളം പ്രതീക്ഷ നൽകി വീരനെ ക്ഷണിച്ചിട്ട് ഇത്ര വിശ്വാസവഞ്ചന വേണ്ടായിരുന്നു എന്ന് SJDയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ അടിവരയിടുന്ന ഒരു റിപ്പോർട്ടാണ് കരടായി ഇന്ന് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ ഒരു ഈ പാലക്കാട്ട് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഒതുങ്ങുന്നോ? പാലക്കാട്ട് UDF തീരുമാനിച്ച് നിശ്ചയിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പാർട്ടിയുടെ കൈവശമോ UDF നേതൃത്വത്തിൻ്റെ കൈവശമോ ലഭ്യമായിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിൻ പോയിൻ്റ് ചെയ്ത വല്ല സംഭവങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായി നടപടികൾ ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കാനോ മറ്റ് ഘടകകക്ഷികളിൽപ്പെട്ട ആളുകൾക്ക് വേദനയുണ്ടാക്കുവാനോ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് റിപ്പോർട്ട് 6-ാം തീയതിയോ 7-ാം തീയതിയോ മറ്റോ KPCCയുടെ കൈവശം ലഭിക്കും എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അന്ന് തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാം ഉണ്ടാകും. അതിനെക്കുറിച്ച് പഠിച്ച് ആവശ്യമായ യുക്തമായ നടപടികൾ ഈ കാര്യത്തിൽ എന്തായാലും ഉണ്ടാകും. ഒരു ഘടകകക്ഷിയെയും അനാവശ്യമായി വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ദുഃഖമുളവാക്കുന്ന ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. ഐക്യജനാധിപത്യ മുന്നണി ഭംഗിയായി കൊണ്ടുപോകാൻ തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സമിതി അംഗം കൂടിയായ ഷെയ്ഖി ഹാരിസ് അടക്കം ഇന്ന് മാധ്യമങ്ങളിൽ മുന്നോട്ട് വെച്ച സൂചനകൾ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് റിപ്പോർട്ട് എന്തായാലും നമുക്ക് വലിയ ദീർഘമായ കാലയളവൊന്നുമില്ല, 7-ാം തീയതി തന്നെ പുറത്തു വരികയും ചെയ്യും. അവിടെ പാലക്കാട്ട് എന്തുകൊണ്ട് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല? കാരണം സംസ്ഥാനം ഒട്ടേക്ക് UDFന് അനുകൂലമായ ഒരു തരംഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇത്രത്തോളം പല മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ, പട്ടാമ്പി അടക്കം അല്ലെങ്കിൽ പാലക്കാട് ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഏറെ പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആത്മപരിശോധന നടത്തിയാൽ വ്യക്തമായ ഒരു നിലപാടിലേക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിന് നേതൃത്വത്തിന്? ആരോപണങ്ങളെല്ലാം കോൺഗ്രസിന്റെ നിഴലിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ ചോദ്യം. അല്ല, അങ്ങനെ ശ്രീ ഷെയ്ഖ് ഹാരിസ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കാൻ ഇടയുണ്ടെങ്കിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ കോൺഗ്രസ് പാർട്ടി എടുക്കും.
ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊന്നും അതാത് അവസരങ്ങളിൽ ഞങ്ങൾക്കൊക്കെ പാർട്ടി ഓരോരോ പ്രത്യേക സെഗ്മെൻറ്റുകൾ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഉത്തരവാദിത്വം തന്ന നിലവാരത്തിലാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ഉണ്ടായ, വ്യക്തിപരമായി എൻ്റേതടക്കമുള്ളത്. അതുകൊണ്ട് അവിടെ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് നേരിട്ട് ഒരു അറിവൊന്നുമില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഒരു പുതിയ കമ്മീഷനെ നിശ്ചയിച്ച്, UDFൻ്റെ കമ്മീഷൻ നിശ്ചയിച്ച്, കോൺഗ്രസ് പാർട്ടി തന്നെയും പലയിടങ്ങളിൽ അവരുടെ വിജയത്തെക്കുറിച്ച് പരാജയത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനുള്ള ചുമതലയുണ്ട്. ഞാനൊരു കമ്മിറ്റിയുടെ ചെയർമാനാണ്, ഇടുക്കി റിപ്പോർട്ടിൻ്റെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ്, ഇടുക്കിയിലെ പരാജയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഒരു തരം യഥാർത്ഥത്തിലുള്ള നിയന്ത്രണം പാർട്ടി തലത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ വ്യക്തമായ അല്ലെങ്കിൽ ഏതെങ്കിലും അസംഷൻസ് ആൻഡ് പ്രിസംഷൻസിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. അതറിയാം താങ്കളുടെ പരിമിതി. എന്തായാലും നമ്മോടൊപ്പം ചാരുപ്പാറ രവി കൂടി ഉള്ളതുകൊണ്ട്, ശ്രീ ചാരുപ്പാറ രവി, അവിടെ ഉദ്ദേശിച്ചതുപോലെ പൂർണ്ണമായ തോതിലുള്ള സംതൃപ്തിയോടെയുള്ള ഒരു ഇടപെടൽ പ്രവർത്തനം DCCയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നേതൃനിരയിൽ സമ്പൂർണ്ണമായ പിന്തുണ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. പക്ഷേ താഴെത്തട്ടിൽ എന്തുമാത്രം ഫലപ്രദമായി എന്നുള്ളത് സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ആശങ്ക അറിയിച്ചിരുന്നു ബന്ധപ്പെട്ട സമിതി. ഞാനവിടെ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരുടെ കോർഡിനേഷന് വേണ്ടി പാർട്ടി നിയോഗിച്ച ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ നിയോജകമണ്ഡലത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യഥാസമയം അറിയിച്ചിരുന്നു. അതുകൂടാതെ ഒറ്റപ്പാലത്ത് ചേർന്ന ഈ ഉപസമിതിയുടെ സിറ്റിങ്ങിൽ ഞാനവിടെ സന്നിഹിതനായി എൻ്റെ അഭിപ്രായം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വിഭാഗീയതയുടെ ഇരയായിരുന്നു വീരൻ. ശ്രീ ചാരുപ്പാറ രവി, കോൺഗ്രസിലെ വിഭാഗീയതയുടെ അവിടെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വളരെ സ്വീകാര്യനായിരുന്നു. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഒരു സെറ്റിൽമെന്റ് അങ്ങനെ വയനാട് ചോദിക്കുന്നു, കോഴിക്കോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ വടകര, ഇവിടെയൊക്കെ തന്നെ ഒരു സെറ്റിൽമെന്റ് ഇൻ കേസ് തോറ്റാൽ അവിടെ രാജ്യസഭാ സീറ്റ് എന്ന ഒരു ഉപാധിയായിരുന്നു സ്വാഭാവികമായും മുന്നോട്ട് വെച്ചിരുന്നത്. ഈ സാഹചര്യങ്ങളിൽ, കാരണം നമുക്ക് സമയക്കുറവുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും നിലവിൽ മുന്നണിയിൽ എത്രത്തോളം അപമാനം ഏറ്റുകൊണ്ട് നിൽക്കേണ്ട എന്ന് പറയുന്ന ഒട്ടേറെ SJD പ്രവർത്തകരുണ്ട്. എത്രത്തോളം ഈ സാഹചര്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് വന്നാൽ കൂടി അങ്ങനെ ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യതയുണ്ടോ? വീരൻ വിഭാഗത്തെ അന്വയിപ്പിച്ച് നിർത്താനുള്ള സാഹചര്യമുണ്ടോ? കോൺഗ്രസിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഡീല് ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണല്ലോ വീരേന്ദ്രകുമാർ അങ്ങോട്ടേക്ക് പോയത്. ഇപ്പോൾ കൊല്ലത്തിൻ്റെ അനുഭവം വെച്ച് പരിശോധിച്ചാൽ NK പ്രേമേന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ ആൾക്കാരെയും അദ്ദേഹത്തിന് മുന്നിൽ അണിനിരത്താൻ കോൺഗ്രസ്സുകാർ കയ്യും മെയ്യും മറന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കാണണം. അത്തരമൊരു പ്രവർത്തന രീതി ഇല്ലായിരുന്നു പാലക്കാട് എന്ന് പറയുന്നതിന് വലിയ കവിടി നിരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് തോറ്റ ആ ഭൂരിപക്ഷം തന്നെ നോക്കിയാൽ മതി. അപ്പോൾ അത്തരമൊരു അവസ്ഥ കോൺഗ്രസിൻ്റെ തന്നെ പരാങ്മുഖതയിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവമൊക്കെ വീരേന്ദ്രകുമാറിന് എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് വരുന്ന രാജ്യസഭാ സീറ്റ് അദ്ദേഹം നൽകുക എന്നതാണ് അതിൻ്റെ ജനാധിപത്യപരമായ ഒരു പോംവഴി. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊന്നും ഇന്നത്തെ അവസ്ഥയിൽ നടക്കാൻ പോകുന്നില്ല എന്നും ഭൈമീകാമുകന്മാർ ഇദ്ദേഹത്തെക്കാൾ വലിയ കെട്ടും മട്ടിലും കോട്ടും തയ്ച്ച് ഇരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ തഴയപ്പെട്ടു, അവിടെ പരാജയപ്പെടുത്തപ്പെട്ടു എന്നത് മാത്രമല്ല, വീരേന്ദ്രകുമാർ അനുഭവിക്കാൻ പോകുന്ന രണ്ടാമത്തെ നാണക്കേട് ഇപ്പോൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരിക്കുന്ന രാജ്യസഭാ സീറ്റ് പോലും കോൺഗ്രസിന് അദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ, മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിക്കായിരിക്കും അതിനുള്ള താല്പര്യം. തീർച്ചയായും. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ ഭാസുരേന്ദ്രബാബു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇനി ഒരു സെറ്റിൽമെന്റ് വീരൻ വിഭാഗത്തിന് അനുയോജ്യമായ രീതിയിൽ രാജ്യസഭാ സീറ്റൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചർച്ചകളിലേക്ക് വന്നാൽ അതിന് ഒട്ടേറെ സങ്കീർണമായ ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ട്. അവിടെ അങ്ങനെയെങ്കിൽ സോഷ്യലിസ്റ്റ് ജനത സാധാരണ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ വീരൻ്റെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടേതടക്കം അവരുടെയൊക്കെ വികാരത്തിന് അനുയോജ്യമായ രീതിയിലൊരു നടപടി നിങ്ങൾക്ക് എടുക്കാനുള്ള സാധ്യതകൾ മുന്നിൽ ഉണ്ട്? പ്രത്യേകിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പേര് കേട്ട പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു സെറ്റിൽമെന്റ് എന്തെങ്കിലും ഒരു ധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും SJDയെ സംബന്ധിച്ചിടത്തോളവുമില്ല
ഉയർന്ന പ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തമ്മിലുള്ള കാര്യങ്ങളാണ്. അത്തരമൊരു തീരുമാനം വല്ലതും ഉണ്ടെങ്കിൽ ഒരു സംശയവും ആർക്കും വേണ്ട, ആ തീരുമാനങ്ങളൊക്കെ അതേപടി നടപ്പാവും. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ സ്വാധീനവും കോൺഗ്രസിൻ്റെ അനുഭവവും വളരെ വേണ്ടവോളം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ തരാതരം പോലെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ എന്ന് മാത്രമേ ഉള്ളൂ. SJD നേതൃത്വവുമായും കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിലുള്ള ധാരണയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അല്ലെ ഉണ്ടോ, അങ്ങനെ ധാരണയുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെപ്പോലെയുള്ള എൻ്റെ പോലെയുള്ള ഒരു കുറച്ചുകൂടി താഴത്തെ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധ്യതയില്ല. ജനറൽ സെക്രട്ടറിയാണ്. എന്തായാലും അത്തരം ചർച്ചകൾ താങ്കൾക്ക് അറിവില്ലായ്മ ഉണ്ടല്ല. എന്തായാലും ഇവിടെ 7-ാം തീയതി വരെ എന്തായാലും കാത്തിരിക്കണം. റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ എന്തായാലും ലഭിച്ച് കഴിയും. അതിനുശേഷം നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും പോകേണ്ടി വരും. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് എന്തായാലും SJDയും കേരള ജനതയും നിരീക്ഷകരും ഒക്കെ കാത്തിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത സുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ചാരുപ്പാറ രവി ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. പാലക്കാട് MP വീരേന്ദ്രകുമാർ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെന്ന് UDFന്റെ ഉപസമിതി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ചത്.